ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നൊരു ചായൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചായ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ലല്ലോ അല്ലേ? ഒരു തലവേദനയോ എന്തെങ്കിലും വന്നാൽ നമ്മൾ ആദ്യം തന്നെ കുടിക്കുന്നത് ഒരു ചായയാണ്. ചായ കുടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിലാക്സേഷനും കിട്ടാറുണ്ട്. അപ്പം നമുക്ക് ഒരു വെറൈറ്റി ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഈ ചായ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് തിളക്കുന്ന സമയത്ത് നമുക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. ഇവിടെ എനിക്കും റച്ചുനും ചായ നിർബന്ധമാണ്. ഏത് ടൈം ചായ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കുടിക്കും. അപ്പോൾ അത് വെറൈറ്റി ചായകളാകുമ്പം കൂടുതൽ ഇഷ്ടമാണ്. ഓരോന്നിങ്ങനെ പരീക്ഷിച്ച് നോക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ചായക്ക് എന്താ ആവശ്യമുള്ളത് നോക്കാം. ഇതിൽ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഒരു 3 ഏലക്കയും 2 ഗ്രാമ്പ്, ഒരു കഷ്ണം പട്ട. ഇതാണ് എൻ്റെ ഒരു ഗ്ലാസ് ചായക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ആവശ്യമുള്ള ചായപ്പൊടി, അതായത് നിങ്ങളെ സ്ട്രോങ്ങിനനുസരിച്ച്. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ തന്നെ ഇടുന്നുണ്ട്, കാരണം എനിക്ക് നല്ല സ്ട്രോങ് വേണം. അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ ചായപ്പൊടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇത് തിളപ്പിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല ഗ്രാമ്പൂൻ്റെ ഏലക്കൈൻ്റെ എല്ലാം ഒരു സ്മെല്ല് നമുക്കിങ്ങനെ വരും. നല്ലൊരു ടേസ്റ്റായിട്ട് ഈ ചായ എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കടുപ്പൊക്കെ കയ്യിൽ വന്നെന്ന് കണ്ടതിലും നമുക്ക് എന്താക്കുക, ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കണം. അത് നിങ്ങളെ ചോയ്സിനനുസരിച്ചിട്ട്, അതായത് ചില ആൾക്കാർക്ക് കൂടുതൽ പാൽ ഇഷ്ടമല്ല, ചില ആൾക്കാർക്ക് കൂടുതൽ പാൽ ഇഷ്ടം. ഇപ്പോൾ ഞാൻ ഒരു മീഡിയം രൂപത്തിലുള്ളൊരു ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള പാലും കൂടി ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ട് നമ്മൾക്കൊന്ന് തിളപ്പിക്കണം. വേഗം തന്നെ തിളച്ച് ഓഫാക്കരുത്. ഒന്ന് ജസ്റ്റ് കുറച്ച് നേരമെങ്കിലും ഒന്ന് തിളപ്പിച്ചിട്ട് വെക്കണം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണും കുറച്ച് ഇട്ട് കൊടുത്തിന്. അധികം മധുരം വേണ്ട ആളാകുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചായയൊക്കെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് തിളവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്കറിയാലോ, പിന്നെ സാധാരണ ചായ കാച്ചുന്നത് പോലെ തന്നെ കേട്ടോ. ഇതിന് ആകെയുള്ളത് നമ്മൾ ഒരു മസാലകൾ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രാമ്പ്, പട്ട, ഏലക്ക, ഇത് 3 ഇടുമ്പോൾ തന്നെ ചായൻ്റെ ഫ്ലേവർ തന്നെ മാറും. അതായത് നമുക്ക് ചില ചായകളെല്ലാം കുടിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പാലിൻ്റെ ഒരു ഇത് എല്ലാം ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നല്ല കിടിലൻ ചായയാണ്. ഒരു പ്രാവശ്യമെങ്കിലും കുടിച്ചു നോക്കാം. നല്ലൊരു എനർജറ്റിക്കെല്ലാം നമുക്ക് ശരീരത്തിന് വരും ഇൻഷാ അല്ലാ. പിന്നെ നിങ്ങളൊന്ന് ആക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു കിടിലൻ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ.